പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 11ാമത്തെ സങ്കീർത്തനമാണ് ധ്യാനിക്കുന്നത്. നീതിമാന് കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ട് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചിന്ത. വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുള്ളതുമായിട്ടുള്ള ഒരു സങ്കീർത്തന ഭാഗമാണിത്. കർത്താവിൽ അഭയം പ്രാപിക്കുന്ന മനുഷ്യനെ അവിടുന്ന് ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. കുറ്റമറ്റവരും പരമാർത്ഥ ഹൃദയരും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ് എന്നുള്ളതാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവത്തിലുള്ള അഭയവും ആശ്രയവും മനുഷ്യന് ഇല്ലാതായാൽ മനുഷ്യൻ്റെ അടിത്തറ തന്നെ തകരുമെന്ന് ഈ സങ്കീർത്തനം ശക്തമായിട്ട് നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. ഉന്നതത്തിൽ ദൈവം ആസനസ്ഥനായിരിക്കുന്നു എന്നും കർത്താവ് മനുഷ്യൻ്റെ സകല വിചാരങ്ങളും പ്രവൃത്തികളും അറിയുന്നവനാണ് എന്നും ഈ സങ്കീർത്തനം എടുത്തെടുത്ത് പറയുന്നുണ്ട്. നീതി നിർവഹിക്കുന്ന ദൈവം നീതിമാന് അനുഗ്രഹവും ദുഷ്ടന് തിന്മയും വരുത്തുന്നവനാണ് എന്നുള്ളതും സങ്കീർത്തനം എടുത്തു പറയുന്നുണ്ട്. നമുക്ക് നീതിയുടെ പ്രവർത്തികൾ ചെയ്യാനായിട്ട് പറ്റും. നീതി പ്രവർത്തിക്കുന്ന മനുഷ്യന് ദൈവം അനുഗ്രഹങ്ങൾ തരും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ മുഖദർശനം അനുഭവിക്കാൻ കഴിയും എന്നുള്ളതും സങ്കീർത്തനം പറയുന്നുണ്ട്. പരമാർത്ഥ ഹൃദയർക്ക് ദൈവത്തിൻ്റെ മുഖം ദർശിക്കാൻ കഴിയും എന്നുള്ള ആശയത്തോടു കൂടിയാണ് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ദൈവത്തിൽ നമുക്ക് അഭയം തേടാം. ദൈവത്തിൽ ആശ്രയം വെച്ച് ഇന്നത്തെ ദിവസം കൂടുതൽ നമുക്ക് അനുഗ്രഹപ്രദമാക്കാം. ശക്തമായിട്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാം. ദൈവം സമർത്ഥമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.